ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശിശിര. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSLC കുട്ടികളുടെ ഇംഗ്ലീഷ് ചാപ്റ്ററിലെ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്ന ആ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസറുകൾ മുന്നേ കുറച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അതിന്റെ ബാക്കിയായിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ പോയി കാണുക. ഇന്നത്തെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡയറിയാണ്. ഈ ഒരു ഡയറി ആ ഒരു യങ് മാനെ ഏജ് ക്രോണിനും ലാൻഡ് ലേഡിയും അതുപോലെ തന്നെ ആ ഒരു പോലീസ് സർജൻറ്റും കൂടെ ആ ഒരു യങ് മാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അല്ലാതെയും കുറച്ച് സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ദിവസം ആ ഒരു യങ് മാൻ എഴുതാനുണ്ടായിട്ടുള്ള ആ ഒരു ഡയറിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. ഡയറി എഴുതുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, ഏറ്റവും ടോപ്പിലായിട്ട് ഇയർ അതുപോലെ തന്നെ ഡേറ്റ്, മന്ത്, ഈ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം മാത്രം ഡയറി എഴുതി തുടങ്ങുക. അപ്പോൾ ഇനി നമുക്ക് ഡയറി നോക്കാം. ഓ വാട്ട് എ ഫൂൾ ഐ ആം, വൈ ഡിഡ് ഐ എവർ തിങ്ക് ഓഫ് സൂയിസൈഡ്? ഇഫ് ദേ ഹാഡ് നോട്ട് കം ഐ വുഡ് ഹാവ് ബീൻ ഡെഡ്. താങ്ക്സ് അ ലോട്ട് ടു ദ 3 people who rescued me. It is hard to find good people nowadays. I am an orphan and utterly friendless. The bad company had ruined my life. The surgeon has promised to make no report on the case. In spite of the risk of losing his job, he made a sacrifice for me. He does not even know who I am. The doctor and landlady also saved my life. I owe a lot to them. May God bless all of them. എന്താണ് നമ്മുടെ ഡയറിയിൽ പറയുന്നത്? ഹോ വാട്ട് എ ഫൂൾ ഐ ആം, ഞാൻ എന്തൊരു ഫൂളാണ് ദൈവമേ. വൈ ഡിഡ് ഐ എവർ തിങ്ക് ഓഫ് സൂയിസൈഡ്, എന്തുകൊണ്ടാണ് ഞാൻ ആ ഒരു സമയത്ത് സൂയിസൈഡിനെ കുറിച്ച് ചിന്തിച്ചത്? ഇഫ് ദേ ഹാഡ് നോട്ട് കം ഐ വുഡ് ഹാവ് ബീൻ ഡെഡ്, ആ ഒരു കൃത്യസമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ മരിച്ചു പോയേനെ. താങ്ക്സ് അ ലോട്ട് ടു ദ 3 people who rescued me, എന്നെ രക്ഷിച്ചതിന് ആ 3 പേരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഈസ് ഹാർഡ് ടു ഫൈൻഡ് ഗുഡ് പീപ്പിൾ നവ ഡേയ്സ്, അതുപോലുള്ള നല്ല മനുഷ്യരെ ഇപ്പോൾ കാണാൻ കിട്ടുന്നത് അപൂർവമായിട്ടായിരിക്കും. അത്തരത്തിലുള്ള നല്ല മനുഷ്യരൊന്നും തന്നെ ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഇല്ല. ഐ ആം ആൻ ഓഫൻ ആൻഡ് അട്ടേർലി ഫ്രണ്ട്ലെസ്, ഞാനൊരു ഓഫനാണ്, ഞാനൊരു അനാഥനാണ്. അതുപോലെ തന്നെ എനിക്ക് അധികം ആളുകളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല. ദ ബാഡ് കമ്പനി ഹാഡ് റൂയിൻ മൈ ലൈഫ്, വളരെ മോശപ്പെട്ട ആ ഒരു കൂട്ടുകെട്ട് എന്നെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള ആ ഒരു ജീവിതം നയിക്കാൻ പ്രേരിപ്പിച്ചു. ദ സർജൻ ഹാസ് പ്രോമിസ്ഡ് ടു മേക്ക് നോ റിപ്പോർട്ട് ഓൺ ദി കേസ്, ആ ഒരു പോലീസ് സർജൻ്റ് എനിക്കൊരു വാക്ക് തന്നിരുന്നു, ഈ ഒരു കാര്യം ഒരിക്കലും ഞാനൊരു കേസാക്കി മാറ്റില്ല എന്നുള്ളത്. ഇൻസ്പൈറ്റ് ഓഫ് ദ റിസ്ക് ഓഫ് ലോസിങ് ഹിസ് ജോബ് ഹി മെയ്ഡ് എ സാക്രിഫൈസ് ഫോർ മീ, അദ്ദേഹത്തിൻ്റെ ഒരു ജോലിക്ക് അതൊരു ഭീഷണിയായിട്ട് കൂടിയും അദ്ദേഹം എനിക്ക് ആ ഒരു പ്രോമിസ് തന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ജോലിയുടെ ആ ഒരു ആത്മാർത്ഥത കളഞ്ഞിട്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ട് ആ ഒരു സാക്രിഫൈസ്, ആ ഒരു ത്യാഗം ചെയ്തത്. ഹി ഡസ് നോട്ട് ഈവൻ നോ ഹൂ ഐ ആം, അദ്ദേഹത്തിന് ഒരിക്കലും അറിയില്ല ഞാൻ ആരാണെന്ന്. ദ ഡോക്ടർ ആൻഡ് ദ ലാൻഡ് ലേഡി ഓൾസോ സേവ്ഡ് മൈ ലൈഫ്, ഡോക്ടറും അതുപോലെ തന്നെ ആ ഒരു ലാൻഡ് ലേഡി ഇതുപോലെ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഐ ഓ എ ലോട്ട് ടു ദം, ഞാൻ അവരോടൊക്കെ തന്നെയും കടപ്പെട്ടിരിക്കുന്നു. ഓ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടപ്പെട്ടിരിക്കുക. അപ്പോൾ അവർ ചെന്ന ആ ഒരു സഹായത്തിന് ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് ഓൾ ഓഫ് ദം, അവരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് മിസ്റ്റർ ജോണിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ്. Mr. John is a man in his 40s, short built with a fair complexion and clear blue eyes. ഏകദേശം 40 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയായിരുന്നു മിസ്റ്റർ ജോൺ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ശരീരപ്രകൃതമാണ് ഇനി പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അഴകുള്ള ഒരു ശരീരപ്രകൃതമായിരുന്നു. ഫെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശരീരപ്രകൃതമായിരുന്നു. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു വ്യക്തിയുമായിരുന്നു. അധികം ഹൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ക്ലിയർ ബ്ലൂ ഐസ്, പിന്നെ നീല കണ്ണുകളോട് കൂടിയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫേസ് എന്ന് പറയുന്നത്. ഹി ഹാഡ് ബ്രൗൺ തിൻ ഹെയർ ദാറ്റ് സ്റ്റോപ്ഡ് ഗ്രോയിങ് അറ്റ് ദ ഫ്രണ്ട് ഓഫ് ഹിസ് ഹെഡ്, ഒരു ബ്രൗൺ കളറുള്ള ഹെയർ ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മുടിയുടെ വളർച്ച കുറഞ്ഞതുകൊണ്ട് തന്നെ നെറ്റിയുടെ ആ ഒരു ഭാഗത്ത് ഹെഡിൽ കുറച്ച് മുടിയൊക്കെ കുറവായിരുന്നു, നെറ്റി കയറിയിട്ടുണ്ടായിരുന്നു. ഹീ ഈസ് യൂഷ്വലി സീൻ ഇൻ എ സ്യൂട്ട് ആൻഡ് എ സോബർ ടൈ, അധികം ദിവസങ്ങളിലും അദ്ദേഹം കാണപ്പെടുന്നത് ഒരു സ്യൂട്ടോട് കൂടിയിട്ടാണ്. അതുപോലെ കഴുത്തിലൊരു ടൈ ഉണ്ടായിരിക്കും. ദ റിംലെസ് സ്പെക്ടക്കിൾസ് വിച്ച് ഹി വോർ മെയ്ഡ് ഹിം എ ഗ്രേവ് ആൻഡ് റിസർവ്ഡ് പേഴ്സൺ, റിമ്മില്ലാത്ത സ്പെക്ടക്കിൾസ് ആയിരുന്നു. സ്പെക്ടക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണട, അങ്ങനത്തതായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്. അത് ധരിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ അധികം സംസാരിക്കാത്ത, എന്നാൽ കണ്ടു കഴിഞ്ഞാൽ ഗൗരവമുള്ള ആ ഒരു ടൈപ്പിലുള്ള ഒരു ക്യാരക്ടറാണെന്ന് നമുക്ക് ആ ഒരു കണ്ണടയും കൂടെ വെച്ച് കഴിഞ്ഞാൽ തോന്നുമായിരുന്നു.
He is a solicitor. Mr. John found time to act as a director of charitable organization devoted to the care of boys and girls, mostly from the city slums. നമ്മുടെ മിസ്റ്റർ ജോൺ എന്ന് പറയുന്നത് ഒരു സോളിസിറ്ററാണ്. സോളിസിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വക്കീലായിരുന്നു. അതിനു പുറമെ അദ്ദേഹം ചാരിറ്റബിൾ വർക്ക്സ് നടത്തുന്നുണ്ട്. അദ്ദേഹം ഒരു ചേരിയിലൊക്കെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയൊക്കെ സംരക്ഷിച്ചു പോരുന്ന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. ഹിസ് വൈഫ് ഓൾസോ ഹെൽപ്ഡ് ഹിം ഡൂയിങ് ചാരിറ്റി വർക്ക്. ബിഫോർ 25 years he was an orphan and was utterly friendless. അദ്ദേഹത്തിൻ്റെ ചാരിറ്റബിൾ വർക്ക്സിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ വൈഫും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. 25 വർഷം മുന്നേ അദ്ദേഹം ഒരു ഓഫൻ ആയിരുന്നു. അതുപോലെ അദ്ദേഹത്തിന് അധികം ഫ്രണ്ട്സുമായിട്ടൊന്നും അങ്ങനെ ഒരു റിലേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. He had stolen some money from the office he was working in. Scared, he attempted to commit suicide. അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഓഫീസിൽ നിന്ന് കുറച്ച് പണം മോഷ്ടിക്കുകയും പിന്നീട് ആ ഒരു മോഷ്ടിച്ച പണം തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹം സൂയിസൈഡിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ആരുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്? മിസ്റ്റർ ജോണിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. എ ഡോക്ടർ കോൾഡ് ക്രോണിൻ ഹീൽഡ് ഹിം ആൻഡ് ഗേവ് ഹിം സം മണി ടു റീപ്ലേസ് ദ മണി ഹി ഹാഡ് സ്റ്റോളൻ ഫ്രം ദി ഓഫീസ്. AJ ക്രോണിന്, അതായത് അദ്ദേഹം ഒരു ഡോക്ടർ ആയിരുന്നല്ലോ അല്ലേ, അദ്ദേഹം ഈ ഒരു പണം തിരിച്ചടയ്ക്കാനുള്ള ആ ഒരു പണം ഈ ഒരു യുവാവിന് കൊടുക്കുന്നുണ്ട്, അതായത് മിസ്റ്റർ ജോണിന് കൊടുക്കുന്നുണ്ട്. ആ മോഷ്ടിച്ച പണം തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പണം AJ ക്രോണിന് കൊടുക്കുന്നുണ്ട്. ആഫ്റ്റർ ദിസ് ഇൻസിഡൻറ്റ് ജോൺ ബിക്കം എ ഗ്രോൺ അപ്പ് പേഴ്സൺ ആൻഡ് ഹി സാക്രിഫൈസ്ഡ് ഹിസ് ബിലോങ്ങിങ്സ് ഫോർ ഹെൽപ്പിംഗ് ഓർഫൻ കിഡ്സ്. ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ജോൺ വലുതായി. അതിനുശേഷം അദ്ദേഹം ഈ ഓർഫൻ കിഡ്സിന് വേണ്ടിയിട്ട്, അതായത് അനാഥകളായിട്ടുള്ള കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചാരിറ്റബിൾ വർക്ക്സ് ഒക്കെ നടത്തുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ലൈഫൊക്കെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടെ സാക്രിഫൈസ് ചെയ്തത്. നമ്മളൊരു ലെറ്ററാണ് തയ്യാറാക്കുന്നത്. മിസ്റ്റർ ജോൺ AJ ക്രോണിനെ ആ ഒരു ഷിപ്പിൽ വെച്ച് കാണുകയും അവിടെ നിന്നുണ്ടാകുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് ജോണിൻ്റെ ഒരു ഫ്രണ്ടിന് എഴുതുന്ന ഒരു ലെറ്ററാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിലായിട്ട് അയക്കുന്ന ആളുടെ ആ ഒരു അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. തൊട്ട് താഴെയായിട്ട് ഡേറ്റ് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇറ്റ്സ് ലോങ് സിൻസ് ഐ ഹിയർഡ് ഫ്രം യു. ഹൗ ആർ യു? ഹോപ്പ് തിങ്സ് ആർ ഫൈൻ അറ്റ് യുവർ എൻഡ്. ഡു യു റിമെമ്പർ എ ഡോക്ടർ വൺ മിസ്റ്റർ ക്രോണിൻ who I had told you about, the great man who brought me back to life again? ഒരുപാട് നാളായി നിന്നെക്കുറിച്ച് കേട്ടിട്ട്, അല്ലെങ്കിൽ നിന്നെക്കുറിച്ച് അറിഞ്ഞിട്ട്. നിനക്ക് സുഖം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം പറയാണ്, നിനക്ക് മിസ്റ്റർ ക്രോണിനെ ഓർമ്മയുണ്ടോ? ഞാൻ ഒരിക്കൽ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ജീവൻ രക്ഷിച്ച ആ ഒരു ഡോക്ടറെ കുറിച്ചിട്ട്. ഐ മെറ്റ് ഹിം ഇൻ അമേരിക്ക. ഞാൻ അദ്ദേഹത്തെ അമേരിക്കയിൽ വെച്ച് കണ്ടിരുന്നു. അറ്റ് ഫസ്റ്റ് ഹി ഡിഡ് നോട്ട് റെക്കഗ്നൈസ് മീ. ആദ്യമൊന്നും തന്നെ അദ്ദേഹത്തിന് എന്നെ കണ്ടപ്പോൾ മനസ്സിലായില്ല, ഞാൻ ആരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. മൈ വൈഫ് who was with me urged me to speak to him. എൻ്റെ കൂടെ എൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. അവളെന്നെ നിർബന്ധിച്ച് അദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. ഐ ഫെൽറ്റ് ഷൈ ടു അപ്രോച്ച് ഹിം ബട്ട് എനി ഹൗ ഐ ഡിസൈഡഡ് ടു സ്പീക്ക് ടു ഹിം. ആദ്യമൊക്കെ അദ്ദേഹത്തോട് സംസാരിക്കാൻ എനിക്കൊരു മടിയായിരുന്നു. പിന്നീട് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു. മൈ വൈഫ് ഓൾസോ അക്കമ്പനീഡ് മീ. എൻ്റെ കൂടെ എൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. ഈവൻ ആഫ്റ്റർ ഇൻട്രൊഡ്യൂസിങ് മൈസെൽഫ് ടു ഹിം ഹി കുഡ് നോട്ട് റെക്കഗ്നൈസ് മീ. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് വരെയും അദ്ദേഹത്തിന് ഞാൻ ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്നെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് ഞാൻ ആരാണെന്ന് മനസ്സിലായത്. ഐ സ്ലോലി നറേറ്റഡ് ദ ഇൻസിഡൻറ്റ് വിച്ച് ഹാപ്പൻ 25 years ബിഫോർ. ആ ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ഒരു ഇൻസിഡൻറ്റ് ഞാൻ അദ്ദേഹത്തോട് വിവരിച്ചു കൊടുത്തു. സൂൺ ഹി റിമെമ്പേർഡ് മീ. അത് പറഞ്ഞതും അദ്ദേഹത്തിന് എന്നെ ഓർമ്മ വന്നു. ഐ ക്യാൻ നെവർ ഫോർഗെറ്റ് ദാറ്റ് മൊമെൻറ്റ് ഇൻ മൈ ലൈഫ്. ആ ഒരു ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ദിവസമായിരുന്നു. ഇറ്റ് വാസ് ബൈ ഷിയർ ലെക്ക് ദാറ്റ് ഐ മെറ്റ് ദ ഡോക്ടർ. ആ ഒരു ഡോക്ടറെ കണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലെക്കായിരുന്നു. ഹി വാസ് ദ വൺ ഹൂ വിഷ്ഡ് ദ മോസ്റ്റ് ടു സീ മീ സക്സസ്ഫുൾ ഇൻ ലൈഫ്. എൻ്റെ ജീവിതം സക്സസ്ഫുൾ ആക്കിയ ഒരു വലിയ മനുഷ്യനാണ് ആ ഒരു ഡോക്ടർ എന്ന് പറയുന്നത്. ഇഫ് ഐ കുഡ് അറ്റൈൻ എനിത്തിങ് ഇൻ മൈ ലൈഫ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദാറ്റ് ഗ്രേറ്റ് മാൻ. ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു സഹായം കൊണ്ട് മാത്രമാണ്. ഐ ആം എക്സ്ട്രീംലി ഹാപ്പി. ഐ വിഷ് ടു ഇൻട്രൊഡ്യൂസ് ഹിം ടു യു. ഞാൻ ഇന്ന് വളരെ സന്തോഷത്തോടെയാണ് ഈ ഒരു ലെറ്റർ എഴുതുന്നത് അദ്ദേഹത്തെക്കുറിച്ച് നിന്നോട് പറഞ്ഞതിൽ. ഹോപ്പ് വി ക്യാൻ മീറ്റ് സൂൺ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കട്ടെ. കൺവേ മൈ റീഗാർഡ്സ് ടു ഓൾ അറ്റ് ഹോം. നിൻ്റെ വീട്ടിലുള്ളവരോടൊക്കെ എൻ്റെ അന്വേഷണം പറയണം. ലെറ്റർ അവസാനിക്കുമ്പോൾ വിത്ത് ലവ് യുവർ ഫ്രണ്ട് എന്നിട്ട് ഫ്രണ്ടിൻ്റെ ആ ഒരു നെയിമും കൂടെ വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം.
അടുത്തത് നമ്മൾ വേറൊരു ലെറ്ററാണ് നോക്കുന്നത്. ഈ ഒരു ലെറ്റർ മിസ്റ്റർ ജോൺ AJ ക്രോണിന് എഴുതുന്ന ലെറ്ററാണ്. ജോണിൻ്റെ ആ ഒരു ജീവിതം രക്ഷിച്ചതിനും അയാൾക്ക് വേണ്ടി കുറേ സഹായങ്ങൾ ചെയ്തു കൊടുത്തതിനും അദ്ദേഹത്തോട് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് മിസ്റ്റർ ജോൺ AJ ക്രോണിന് എഴുതുന്ന ഒരു ലെറ്ററാണിത്. ഈ ഒരു ലെറ്ററും സെയിം രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെൻഡേഴ്സ് അഡ്രസ്സ്, അതിന് താഴെ ഡേറ്റ്, പിന്നീട് നമ്മൾ ഡിയർ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഹൗ ആർ യു? ഹോപ്പ് എവറിത്തിങ് ഈസ് ഫൈൻ. എന്തൊക്കെയുണ്ട് വിശേഷം? താങ്കൾക്ക് സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേർ ആർ യു നൗ? ഇത്രയും കാലം താങ്കൾ എവിടെയായിരുന്നു? ദ ഡേ ഐ മെറ്റ് യു വാസ് ദ മോസ്റ്റ് മെമ്മറബിൾ ഡേ ഇൻ മൈ ലൈഫ്. താങ്കളൊക്കെ കണ്ടുമുട്ടിയിട്ടുള്ള ആ ഒരു ദിവസമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ദിവസം എന്ന് പറയുന്നത്. ഹൗ ഹാപ്പി ഐ വാസ് ദാറ്റ് ഡേ. ആ ഒരു ദിവസം ഞാൻ ഒരുപാട് സന്തോഷവാനായിരുന്നു. യു ആർ ദ റിയൽ ഗോഡ് ദാറ്റ് അപ്പിയർഡ് ബിഫോർ മീ ഇൻ ഹ്യൂമൻ ഫോം. മനുഷ്യരൂപത്തിലുള്ള ഒരു റിയൽ ഗോഡാണെന്ന് തന്നെ ഞാൻ വിചാരിച്ചിരുന്നു. കാരണം ആ ഒരു സമയത്ത് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആ ഒരു സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ഒരു റിയൽ ഗോഡായിട്ട് മാറിയിരുന്നു. ഇഫ് ഐ ഹാഡ് നോട്ട് മെറ്റ് യു മൈ ലൈഫ് വുഡ് ഹാവ് ബീൻ എ ഹെൽ. ഐ വാസ് സാഡ് അറ്റ് ഫസ്റ്റ് ബിക്കോസ് യു ഡിഡ് നോട്ട് റെക്കഗ്നൈസ് മീ ബട്ട് ലേറ്റർ മൈ സാഡ്നെസ് ചേഞ്ച്ഡ് ടു ഹാപ്പിനെസ്. ഇനി താങ്കളെ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടില്ലേ എന്ന് ഞാൻ കരുതിയിരുന്നു. ഐ വാസ് സാഡ് അറ്റ് ഫസ്റ്റ് ടൈം ബിക്കോസ് യു ഡിഡ് നോട്ട് റെക്കഗ്നൈസ് മീ. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയ ആ ഒരു സമയത്ത് ഞാൻ വളരെ സങ്കടപ്പെട്ടിരുന്നു. കാരണം താങ്കൾ എന്നെ തിരിച്ചറിഞ്ഞില്ല എന്നോർത്തിട്ട് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു. ബട്ട് ലേറ്റർ മൈ സാഡ്നെസ് ചേഞ്ച്ഡ് ടു ഹാപ്പിനെസ്. പിന്നീട് എൻ്റെ ആ ഒരു സങ്കടം മാറി സന്തോഷം വന്നു. കാരണം എന്താണ്, പിന്നീട് അദ്ദേഹത്തോട് പോയി സംസാരിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ, അവർ തമ്മിൽ മനസ്സിലാവുകയും ചെയ്തു. ഇപ്പം എന്താണ് ഇവിടെ പറയുന്നത്? മിസ്റ്റർ ജോൺ AJ ക്രോണിനെ ആ ഒരു ഷിപ്പിൽ വെച്ചിട്ട് ആദ്യമായിട്ട് കാണുന്നുണ്ട് അല്ലേ. ആ ഒരു സമയത്ത് AJ ക്രോണിനെ സംബന്ധിച്ചിടത്തോളം ജോണിനെ തമ്മിൽ അറിയില്ല. അപ്പോൾ അത് ആരാന്നറിയാത്ത ഒരു അപരിചിതൻ തന്നെ വാച്ച് ചെയ്യുന്നതായിട്ടാണ് AJ ക്രോണിന് തോന്നുന്നത്. പക്ഷേ ജോണിന് അറിയായിരുന്നു തൻ്റെ ജീവൻ രക്ഷിച്ച ആ ഒരു ഡോക്ടറാണ് അതെന്ന്. അപ്പോൾ ജോൺ അങ്ങോട്ട് കയറി മിണ്ടാൻ ശ്രമിച്ചു. അങ്ങനെ ആദ്യത്തെ സമയം അവർ സംസാരിച്ചപ്പോഴൊന്നും AJ ക്രോണിന് അയാൾ ആരാന്നൊന്നും മനസ്സിലായിട്ടൊന്നല്ലായിരുന്നു സംസാരിച്ചിരുന്നത്. പിന്നീട് ആ 25 വർഷം മുൻപുള്ള ആ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്ന സമയത്ത് AJ ക്രോണിന് മനസ്സിലാവുന്നുണ്ട് താൻ ജീവൻ രക്ഷിച്ച ആ ഒരു വ്യക്തിയാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന്. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു കാര്യങ്ങളും ഇൻസിഡൻസൊക്കെ സംഭവം മനസ്സിലാവുമ്പോൾ ഈ മിസ്റ്റർ ജോണിനെ AJ ക്രോണിന് മനസ്സിലാവുന്നുണ്ട്. I also wish to see the landlady and surgeon who helped me. In spite of the risk involved, they were ready to help me. ഞാൻ ലാൻഡ്ലേഡിയെയും അതുപോലെ തന്നെ സർജനെയും കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അവരുടെ ജീവിതത്തിൽ ഒരുപാട് റിസ്ക് ആണെന്ന് അറിഞ്ഞിട്ട് കൂടിയും അവരെന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നു. ഇഫ് യു ഹാഡ് നോട്ട് ഹെൽപ്പ് മീ ദ ഡേ ഐ വുഡ് ഹാവ് ബീൻ ഡെഡ്. ആ ഒരു ദിവസം താങ്കൾ എന്നെ സഹായിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ മരിച്ചു പോയേനെ. After that incident, I became a man who loved charity and sacrificed my belongings for the orphan kids. ആ ഒരു ദിവസത്തിന് ശേഷം ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ ദിവസങ്ങളും തന്നെ ഞാൻ ചാരിറ്റിക്ക് വേണ്ടിയിട്ടും അതുപോലെ ഓർഫൻ കിഡ്സിന് വേണ്ടിയിട്ട്, അതായത് അനാഥ കുട്ടികൾക്ക് വേണ്ടിയിട്ടുമാണ് ഞാൻ എൻ്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്തത്. What I learned in life is that the best investment in life are the good relationships we build and maintain, and those are the priceless. Thank you so much, doctor. You gave me a second chance in life. Wish we could meet again. എന്താണ് ഇവിടെ പറയുന്നത്? ഞാൻ പഠിച്ചു, എൻ്റെ ആ ഒരു ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചു ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നല്ല റിലേഷൻഷിപ്പാണ്. അതുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിന് ഒരിക്കലും പ്രൈസ്ലെസ്, അതായത് പണം കൊണ്ട് അളക്കാൻ കഴിയുന്നതിലും ഉപരിയാണ് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു സ്ഥാനം എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച് ഡോക്ടർ, യു ഗേവ് മി എ സെക്കൻഡ് ചാൻസ് ഇൻ ലൈഫ്. വളരെ നന്ദിയുണ്ട് എനിക്ക് രണ്ടാമതൊരു ജീവിതം തിരിച്ചു തന്നതിന്. അതായത് ആദ്യത്തെ ജീവിതം നഷ്ടപ്പെടുമെന്നുള്ള ആ ഒരു വക്കിൽ നിന്നും എന്നെ സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. വിഷ് വി കുഡ് മീറ്റ് അഗെയിൻ. ഒരിക്കൽ കൂടി വീണ്ടും കാണാമെന്ന ആ ഒരു പ്രതീക്ഷയോടെ നിർത്തുന്നു. വിത്ത് ലവ് ആൻഡ് റിഗാർഡ്സ് നെയ്മ് എന്ന് സ്നേഹത്തോടെ നിങ്ങളുടെ ആ ഒരു പേര് കൊടുക്കുക. ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുന്ന സമയത്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ടാവും. അതുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മൈ ലൈഫ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.